Hi students, today we are going to discuss about the third chapter of biology, chemical messages for homeostasis. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ് എന്ന ചാപ്റ്ററിനെ പറ്റിയാണ്. അപ്പോൾ ഏത് പാഠഭാഗത്തിൻ്റെ ഫ്രണ്ടിലും കൊടുക്കുന്ന പോലെ ഇതിലും കൊടുത്തിട്ടുണ്ട്. രണ്ട് കുട്ടികൾ തമ്മിലുള്ള കോൺവെർസേഷനാണ് കൊടുത്തിട്ടുള്ളത്. The first lady said that how is it that there is so much difference in height between the two? ഇപ്പം രണ്ടാളുകളെ ഫോട്ടോ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരാൾ നല്ല ഹൈറ്റുള്ള ആളാണ്, ഒരാൾ ഹൈറ്റ് കുറഞ്ഞ ആളാണ്. സോ ഹൗ ഈസ് ഇറ്റ് ദാറ്റ് ദർ ഈസ് സോ മച്ച് ഡിഫറൻസ് ഇൻ ഹൈറ്റ് ബിറ്റ്വീൻ ദ ടു? അപ്പോൾ ഈ രണ്ടാളുകൾ തമ്മിൽ ഹൈറ്റിൽ ഇത്ര വ്യത്യാസം വരാൻ കാരണം എന്താണ്? ടീച്ചർ സെഡ് ദാറ്റ് ഇറ്റ് ഇസ് എ ഹോർമോൺ റിലേറ്റഡ് ഇഷ്യൂ. അപ്പോൾ അടുത്ത കുട്ടി പറയാണ് ഇത് എന്തെങ്കിലും ഹോർമോൺ റിലേറ്റഡ് ഇഷ്യൂ ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ എന്നാണ് ഒരു കുട്ടി പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിവിടെ പുതിയ ടേം പഠിച്ചു, ഹോർമോൺ കണ്ടു അല്ലേ? അപ്പോൾ എന്താണ് ഹോർമോൺ നമുക്കറിയണം. എന്താണ് ഹോർമോണിന് കെമിക്കൽ മെസ്സേജ് ഫോർ ഹോമിയോസ്റ്റാസിസുമായിട്ടുള്ള ബന്ധം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഓക്കെ അല്ലേ? സോ അപ്പോൾ നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് എന്താണ് ഹോർമോൺസ് എന്നുള്ളതും എന്താണ് ഹോർമോൺസിൻ്റെ ഫങ്ഷൻസ് എന്നുള്ളതൊക്കെയാണ് ഈ പാഠഭാഗത്തിൽ കാര്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റായിട്ട് നമ്മൾ നോക്കാം എന്താണ് എൻഡോക്രൈൻ സിസ്റ്റം. ഇപ്പോൾ എൻഡോക്രൈൻ സിസ്റ്റം ഈസ് എൻ ഓർഗൻ സിസ്റ്റം ദാറ്റ് കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ഓൾ ആക്ടിവിറ്റീസ് ഇൻ ദ ബോഡി. അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും സഹായിക്കുന്ന സിസ്റ്റമാണ് എൻഡോക്രൈൻ സിസ്റ്റം. ദിസ് സിസ്റ്റം ഇൻക്ലൂഡ്സ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആൻഡ് ദർ സെക്രീഷൻസ് കോൾഡ് ഹോർമോൺസ്. നമ്മൾ മുമ്പ് ഹോർമോൺസിനെ പറ്റി പറഞ്ഞു അല്ലേ? ഹോർമോൺസ് എന്ന ടേം കണ്ടു. ഇപ്പം എന്താണ് ഹോർമോൺസ് പറഞ്ഞു കഴിഞ്ഞാൽ ദ സെക്രീഷൻസ് ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആർ കോൾഡ് ഹോർമോൺസ്. ഹോർമോൺസ് ആർ ദ സെക്രീഷൻസ് ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. അല്ലെങ്കിൽ ദീസ് ആർ ദ കെമിക്കൽ സബ്സ്റ്റൻസസ് ലൈക്ക് പെപ്റ്റൈഡ്സ്, സ്റ്റീറോയിഡ്സ്, ഫാറ്റി ആസിഡ്സ് എക്സെട്ര. ഓക്കെ, അപ്പോൾ അത് കെമിക്കൽ സബ്സ്റ്റൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ ഹോർമോൺസിനെ പറയാം. ഇത് പെപ്റ്റൈഡ്സ്, സ്റ്റീറോയിഡ്സ്, ഫാറ്റി ആസിഡ്സ് ഒക്കെ ഇതിലുണ്ടായിരിക്കും. അപ്പോൾ എൻഡോക്രൈൻ സിസ്റ്റം ഈസ് എൻ ഓർഗൻ സിസ്റ്റം ദാറ്റ് കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ഓൾ ആക്ടിവിറ്റീസ് ഇൻ ദ ബോഡി. അപ്പോൾ എൻഡോക്രൈൻ സിസ്റ്റം എന്ത് ചെയ്യുന്നു? കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ചെയ്യുന്നു. എൻഡോക്രൈൻ സിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ട്? എൻഡോക്രൈൻ സിസ്റ്റം ഇൻക്ലൂഡ്സ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആൻഡ് ദർ സെക്രീഷൻസ് കോൾഡ് ഹോർമോൺസ്. അപ്പോൾ ഹോർമോൺസ് അറിയപ്പെടുന്നത് കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ദാറ്റ് റെഗുലേറ്റ് സെല്ലുലാർ ആക്ടിവിറ്റീസ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയണമെന്ന് വെച്ചാൽ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഡു നോട്ട് ഹാവ് ഡക്ട്സ് ടു ക്യാരി ഹോർമോൺസ് ടു വാരിയസ് ടിഷ്യൂസ്. അപ്പോൾ ബോഡിയിൽ ഹോർമോൺസ് എല്ലാ ഭാഗത്തോട്ടും എത്തണം. അപ്പോൾ എല്ലാ ഭാഗത്തോട്ടും ഹോർമോൺസ് എത്തണമെന്നുണ്ടെങ്കിൽ ഹോർമോൺസ് കൺട്രോൾ ചെയ്യുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന് എന്തില്ല? സ്പെസിഫിക് ഡക്റ്റ് ഇല്ല. നേരെ മറിച്ച് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നത് സ്പെസിഫിക് ഡക്റ്റ് വഴിയാണ് നമുക്കറിയാം. സോ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഡു നോട്ട് ഹാവ് എ പർട്ടിക്കുലർ ഡക്റ്റ് ടു ക്യാരി ഹോർമോൺസ്, ഹെൻസ് ദേ ആർ നോൺ ആസ് ഡക്റ്റ്ലെസ് ഗ്ലാൻഡ്സ്. അപ്പോൾ ഹോർമോൺസ് അറിയപ്പെടുന്നത്, എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് അറിയപ്പെടുന്നത് ഡക്റ്റ്ലെസ് ഗ്ലാൻഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. സോ ഹോർമോൺസ് ആർ നോൺ ആസ് ഡക്റ്റ്ലെസ് glands producers. So hormones are transported through blood. അപ്പോൾ എങ്ങനെയാണ് ഹോർമോൺസ് ബോഡിയുടെ എല്ലാ ഭാഗത്തോട്ടും എത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടഡ് ത്രൂ ബ്ലഡ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് റൈസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഡു ദ ഹോർമോൺസ് ട്രാൻസ്പോർട്ടഡ് ത്രൂ ബ്ലഡ് ഫങ്ഷൻ ഇൻ ഓൾ സെൽസ്? അതായത് ഈ ഹോർമോൺസ് എല്ലാ സ്ഥലത്തും എല്ലാ സെൽസിലും ആക്ട് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യം നമ്മളിലോട്ട് വരാം. ഡു ഹോർമോൺസ് ട്രാൻസ്പോർട്ടഡ് ത്രൂ ബ്ലഡ് ഫങ്ഷൻ ഇൻ ഓൾ സെൽസ്? അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യനുള്ള ആൻസറാണ് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹോർമോൺസ് ടു ദ ടാർഗറ്റ് സെൽസ്. ഇപ്പോൾ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഡക്ട്ലെസ് എന്ന് പറയാൻ കാരണം എന്താണ്? നോ സ്പെഷ്യൽ ഡക്ട്സ് ആർ ഫോർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ടു റീച്ച് ഹോർമോൺസ് ടു ദ ടിഷ്യൂസ്. സോ ഹോർമോൺസ് ആർ നോൺ ആസ് ഡക്ട്ലെസ് ഗ്ലാൻഡ്സ്. സ്പെസിഫിക് ഡക്ട്സ് ഇല്ല അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഡക്ട്ലെസ് ഗ്ലാൻഡ്സ് നമ്മൾ അറിയപ്പെടാൻ പറയുന്നത്. അപ്പോൾ ഹോർമോൺസ് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യണത്? ത്രൂ ബ്ലഡ്. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാ ഹോർമോൺസും എല്ലാ സെൽസിലും ആക്ട് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്. സോ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഹോർമോൺസ് ടു ദ ടാർഗറ്റ് സെൽസ്. ഹോർമോൺസ് റീച്ച് എവറി സെൽ ഇൻ ദ ബോഡി
ആസ് ദേ ആർ ട്രാൻസ്പോർട്ടഡ് ബൈ ബ്ലഡ്. ഇപ്പോൾ ഹോർമോൺസ് ബോഡിയുടെ എല്ലാ ഭാഗത്തോട്ടും എത്തിച്ചേരുന്നത് എങ്ങനെയാണ്? ട്രാൻസ്പോർട്ടഡ് ത്രൂ ബ്ലഡ്, ബ്ലഡിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ടാണ് എത്തിച്ചേരുന്നത്. ബട്ട് ഈച്ച് ഹോർമോൺ ആക്ട്സ് ഓൺലി അപ്പോൺ ദോസ് സെൽസ് വിച്ച് ഹാവ് സ്പെസിഫിക് റിസപ്റ്റേഴ്സ്. ഇപ്പോൾ എല്ലാ ഹോർമോൺസിനും എല്ലാ സെൽസിലും ആക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എന്താ ഉണ്ടാവുക? ഈച്ച് ഹോർമോൺ ആക്ട്സ് ഓൺലി ദോസ് സെൽസ് വിച്ച് ഹാവ് സ്പെസിഫിക് റിസപ്റ്റേഴ്സ്. അപ്പോൾ സ്പെസിഫിക് റിസപ്റ്റേഴ്സ് ഉള്ള സെൽസിൽ മാത്രമേ ഹോർമോൺസ് ആക്ട് ചെയ്യുള്ളൂ. ദ സെൽസ് വിച്ച് ആർ ആക്റ്റഡ് അപ്പോൺ ബൈ ഹോർമോൺസ് ആർ നോൺ ആസ് ദെയർ ടാർഗറ്റ് സെൽസ്. അങ്ങനെ ഹോർമോൺസ് ആക്ട് ചെയ്യുന്ന സെൽസിനെ പറയുന്ന പേരാണ് അവയുടെ ടാർഗറ്റ് സെൽസ്. ഇത് പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹോർമോൺസ് ടു ദ ടാർഗറ്റ് സെൽസ്. അപ്പോൾ എങ്ങനെയാണ് ഹോർമോൺസ് ടാർഗറ്റ് സെൽസിൽ എത്തുന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതായത് hormones reach every cell in the body as they are transported by blood, but each hormone act only upon those cells which have specific receptors. അപ്പോൾ specific receptors ഉള്ള സെൽസിൽ മാത്രമേ ഹോർമോൺ ആക്ട് ചെയ്യുള്ളൂ. The cells which acted upon by hormones are known as target cells. നമുക്ക് ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഹോർമോൺ മോളിക്യൂൾസ് ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൽ മോളിക്യൂൾസിന് മുകളിൽ റിസപ്റ്റർ സെൽസ് കൊടുത്തിട്ടുണ്ട്. ഈ ഹോർമോൺ മോളിക്യൂൾ റിസപ്റ്ററുമായിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കാം. Those cells having specific receptors can receive a specific hormone. അതായത് സ്പെസിഫിക് റിസപ്റ്റേഴ്സ് ഉള്ള സെൽസ് മാത്രമാണ് സ്പെസിഫിക് ഹോർമോൺസിന് എന്ത് ചെയ്യുന്നത്? റിസീവ് ചെയ്യുന്നത്. ഈച്ച് ഹോർമോൺ മോളിക്യൂൾ ബൈൻഡ് വിത്ത് ദ റിസപ്റ്റർ ടു ഫോം എ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? ഓൺലി ദോസ് സെൽസ് ഹാവിങ് സ്പെസിഫിക് റിസപ്റ്റേഴ്സ് ക്യാൻ റിസീവ് എ സ്പെസിഫിക് ഹോർമോൺ. അപ്പോൾ സ്പെസിഫിക് റിസപ്റ്റർ സെൽസുള്ള ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? സ്പെസിഫിക് ഹോർമോൺസിനെ റിസീവ് ചെയ്യുള്ളൂ. സോ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഹോർമോൺ മോളിക്യൂൾ ബൈൻഡ് വിത്ത് റിസപ്റ്റർ സെൽ ഫോമിങ് എ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്. ഇനി നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞത് എന്താണ്? ഫോളോയിങ് ദീസ് എൻസൈംസ് ആർ ആക്ടിവേറ്റഡ് വിത്തിൻ ദ സെൽസ്. ഇനി ഹോർമോൺസും സെൽ റിസപ്റ്ററുമായിട്ട് കൂടിച്ചേർന്ന് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടായി കഴിഞ്ഞാൽ എന്തുണ്ടാവുക? എൻസൈംസ് ആർ ആക്ടിവേറ്റഡ് വിത്തിൻ ദ സെൽ ആൻഡ് സർട്ടൻ ചേഞ്ചസ് ആർ ഒക്കർ ഇൻ ദ സെല്ലുലാർ ആക്ടിവിറ്റീസ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ സെല്ലുലാർ ആക്ടിവിറ്റീസിൽ എന്ത് ചെയ്യുന്നു? ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ ഇതാണ് ഹോർമോൺസ് ടാർഗറ്റ് സെൽസിൽ ആക്ട് ചെയ്യുന്നത് മനസ്സിലാക്കുക. എക്സാമിന് പ്രത്യേകം ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആഫ്റ്റർ ഡൈജഷൻ. നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നു. ഡിഫറെൻറ്റ് സോർട്സ് ഓഫ് ഫുഡ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് നമ്മൾ കഴിക്കുന്നുണ്ട് അല്ലേ? സോ വി നോ ദാറ്റ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ആർ ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഡൈജഷൻ ഗെറ്റ് അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ്. അപ്പോൾ ഡൈജഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഗ്ലൂക്കോസ്, നമുക്കറിയാം ഗ്ലൂക്കോസ് ആണ് എനർജി കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. സോ the glucose molecules formed as a result of digestion get absorbed into the blood. These called glucose molecules must reach cells to produce energy. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഈ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് സെൽസിലെത്തിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എനർജി കിട്ടത്തുള്ളൂ. ഇത് ബ്ലഡിൽ കുറേ എക്സസ് ആയിട്ട് ഉണ്ടായി എന്ന് കരുതിയിട്ട് നമുക്ക് എന്ത് കിട്ടത്തില്ല? എനർജി കിട്ടത്തില്ല. സോ ദീസ് ഗ്ലൂക്കോസ് മോളിക്യൂൾ മസ്റ്റ് ബി റീച്ചസ് ടു ദ സെൽ ടു പ്രൊഡ്യൂസ് എനർജി. So the gland called pancreas play a major role in this activity. അപ്പോൾ ഈ പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് പാൻക്രിയാസ് എന്ന് പറഞ്ഞൊരു ഗ്ലാൻഡ് ഇതിന് പ്രത്യേകം സഹായിക്കുന്നുണ്ട്. വിച്ച് ഈസ് ദ ഗ്ലാൻഡ് ഹെൽപ്പ് ടു കോർഡിനേറ്റ് ദ ഗ്ലൂക്കോസ് ലെവൽ ഇൻ അവർ ബോഡി. പാൻക്രിയാസ് ഈസ് ദ ഗ്ലാൻഡ് that is play a major role to coordinate the glucose level in our blood. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് പാൻക്രിയാസിൻ്റെ സ്ട്രക്ചറാണ്. എന്താണ് പാൻക്രിയാസിൻ്റെ സ്ട്രക്ചർ നോക്കാം. പാൻക്രിയാസ് കണ്ടെയ്ൻസ് എ ഗ്രൂപ്പ് ഓഫ് സെൽസ് കോൾഡ് islets of Langerhans. These islets of Langerhans can be divided into two cells. Mainly two important cells are present in these islets of Langerhans. First one beta cells, second one alpha cells. അപ്പോൾ ആൽഫ സെൽസ് എന്നും ബീറ്റ സെൽസ് എന്നും പറഞ്ഞിട്ട് രണ്ട് സെൽസ് എന്തിൽ കാണപ്പെടുന്നുണ്ട്? ഐലറ്റ്സ് ഓഫ് ലാംഗറാൻസിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഐലറ്റ്സ് ഓഫ് ലാംഗറാൻസ് ഈസ് ദ പാൻക്രിയാസ് ആക്ട് ആസ് എൻ എൻഡോക്രൈൻ ഗ്ലാൻഡ്. ഐലറ്റ്സ് ഓഫ് ലാംഗറാൻസ് ഈസ് ദ ഗ്രൂപ്പ് ഓഫ് സെൽസ് present in the pancreas. Among this group of cells, two important types of cells are there. The first one is known as beta cells, second one is known as alpha cells. Okay. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ബീറ്റ സെൽസും ആൽഫ സെൽസും
എന്ത് ചെയ്യുന്നത്, ഗ്ലൂക്കോസ് ലെവൽ റെഗുലേറ്റ് ചെയ്യുന്ന നോക്കാം. The beta cells producing an hormone that is known as insulin. ഇപ്പോൾ ബീറ്റാ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് എന്ത്, ഇൻസുലിൻ. സോ ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഈസ് മെയിൻറ്റെയിൻ ബൈ ദ കമ്പൈൻഡ് ആക്ഷൻ ഓഫ് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കോഗോൺ. ഇപ്പോൾ ഇൻസുലിൻ്റെയും ഗ്ലൂക്കോഗോണിൻ്റെയും കമ്പൈൻഡ് ആക്ഷൻ വഴിയാണ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറഞ്ഞാൽ 70 to 110 mg/100 ml ആണ്. വാട്ട് ഈസ് ദ നോർമൽ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 70 to 110 mg/100 ml ആണ്. സോ ഇൻസുലിൻ കൺവേർട്സ് ഗ്ലൂക്കോസ് ഇൻ ടു ഗ്ലൈക്കോജൻ ഇൻ ദ ലിവർ ആൻഡ് മസിൽസ്. ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്ത് ഗ്ലൈക്കോജൻ ആക്കുന്നത് ആരാണ്, ഇൻസുലിനാണ്. ഹെൽപ്സ് ടു സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾ. ഇൻസുലിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ആണ്. ഇപ്പോൾ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് എന്ത് ചെയ്യണം, സെല്ലിലോട്ട് എത്തണം. അങ്ങനെ സെല്ലിലോട്ട് എത്താൻ സഹായിക്കുന്നത് ആരാണ്, ഇൻസുലിനാണ്. എക്സസ് ആയിട്ടുള്ള ഗ്ലൂക്കോസിനെ എവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്, ലിവറിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഏത് ഫോമിലാണ് സ്റ്റോർ ചെയ്യുന്നത്, ഗ്ലൈക്കോജൻ്റെ ഫോമിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജ് ആക്കാൻ സഹായിക്കുന്നത് ആരാണ്, ഇൻസുലിനാണ്. ഇനി സെക്കൻഡ് ഹോർമോൺ നോക്കൂ, ഗ്ലൂക്കോഗോൺ. ഗ്ലൂക്കോഗോൺ കൺവേർട്സ് ദ ഗ്ലൈക്കോജൻ സ്റ്റോർഡ് ഇൻ ദ ലിവർ ടു ഗ്ലൂക്കോസ്. ഇപ്പോൾ ഗ്ലൂക്കോഗോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് ഇല്ലാത്ത സമയത്ത്, ഗ്ലൂക്കോസ് കുറയുന്ന സമയത്താണ് ഗ്ലൂക്കോഗോൺ സെക്രീറ്റ് ചെയ്യുക. ആരാണ് ഗ്ലൂക്കോഗോൺ സെക്രീറ്റ് ചെയ്യുക, ആൽഫ സെൽസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. സോ ദിസ് കൺവേർട്ട് ഗ്ലൈക്കോജൻ സ്റ്റോർഡ് ഇൻ ദ ലിവർ ടു ഗ്ലൂക്കോസ്. ഇപ്പോൾ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന എന്തിനെ, ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ദേ സിന്തസൈസ് ഗ്ലൂക്കോസ് ഫ്രം അമിനോ ആസിഡ്സ്. ഇനി രാവിലെ നമ്മൾ പിട്ടും കടലൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ പിട്ടും കടലൊക്കെ കഴിച്ചിട്ട് അതൊക്കെ ദഹിച്ചു വീണ്ടും നമുക്ക് എവിടുന്നെങ്കിലും ഗ്ലൂക്കോസ് കിട്ടണം. അപ്പോൾ അങ്ങനെ അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ആരാണ്, ഗ്ലൂക്കോഗോൺ ആണ്. ഇൻസുലിൻ ഈസ് സെക്രീറ്റഡ് ബൈ വിച്ച് ടൈപ്പ് ഓഫ് സെൽസ്, ബീറ്റാ സെൽസ് ഈസ് സെക്രീറ്റഡ് ബൈ ഇൻസുലിൻ ആൻഡ് ആൽഫ സെൽസ് ഈസ് സെക്രീറ്റഡ് ബൈ glucagon. Okay alle? So the normal level of glucose in blood is 70 to 110 mg/100 ml. So the level of glucose in blood is maintained by the combined action of insulin and glucagon. അപ്പോൾ ഇൻസുലിൻ്റെയും ഗ്ലൂക്കോഗോണിൻ്റെയും കമ്പൈൻഡ് ആക്ഷൻ വഴിയാണ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. വെൻ ദ ഗ്ലൂക്കോസ് ലെവൽ ഈസ് ഹൈ, ഇൻസുലിൻ പ്രൊഡക്ഷൻ ഈസ് ഹൈ ആൻഡ് ഗ്ലൂക്കോഗോൺ ഇസ് ബിക്കം ലോ. വെൻ ദ ഗ്ലൂക്കോസ് ലെവൽ ഈസ് ലോ, ഇൻസുലിൻ ബിക്കം ലോ ആൻഡ് ഗ്ലൂക്കോഗോൺ ബിക്കം ഹൈ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ഈ ഒരു ഫ്ലോ ചാർട്ട് എക്സാം ചോദിക്കാറുണ്ട്, പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കാം. അതിൻ്റെ ആക്ഷൻ നമ്മൾ മുമ്പത്തെ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട്, അത് പ്രത്യേകം നോക്കിയിട്ട് പഠിക്കാം. ഓക്കെ അല്ലേ? ഇപ്പോൾ ഗ്ലൂക്കോസ് കുറയുന്ന സമയത്ത് എന്തുണ്ടാവുക, ഗ്ലൈക്കോജൻ ഇസ് കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് എക്സസ് ആവുന്ന സമയത്ത് എന്തുണ്ടാവുക, ഗ്ലൂക്കോസ് ഇസ് കൺവേർട്ടഡ് ടു ഗ്ലൈക്കോജൻ. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്, വെൻ ഇൻസുലിൻ ഫെയിൽസ്, how does the deficiency of insulin or the inability of cells to use insulin affect our body? ഇപ്പം എങ്ങനെയാണ് ഇൻസുലിൻ്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ സെൽസിന് ഇൻസുലിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ എന്താ സംഭവിക്കുക? ദ ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ഡ്യൂ ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് ബീറ്റാ സെൽസ് ഓർ inability of cells to utilize insulin produced rises the level of glucose in blood. അപ്പോൾ എങ്ങനെയാണ്, how do the glucose level is rises in our blood? Decreased production of insulin. Second point, the destruction of beta cells or inability of cells to utilize insulin. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് increased level of glucose in blood. So the excess glucose in the blood is expelled through urine. അപ്പോൾ അങ്ങനെ എക്സസ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പെൽഡ് ത്രൂ യൂറിൻ. നോർമലി ദർ ഈസ് നോ ഗ്ലൂക്കോസ് ഇൻ യൂറിൻ. നോർമൽ കേസിൽ എന്തില്ല, ഗ്ലൂക്കോസ് ഒന്നുമില്ല എവിടെ, യൂറിനിൽ. സോ ഡയബറ്റിസ് ഈസ് ദ കണ്ടീഷൻ that is when the level of glucose before breakfast is above 126 mg/100 ml of blood. അപ്പോൾ ബ്ലഡിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് ബ്ലഡ് എടുത്ത് എക്സാമിൻ ചെയ്താൽ 126 mg/100 ml മുകളിലാണെങ്കിൽ എന്താണ്, അത് ഡയബറ്റീസ് ആണെന്ന് പറയാം. സോ വാട്ട് ഈസ് ദ സിംറ്റംസ് ഓഫ് ഡയബറ്റീസ് മെലിറ്റസ്? ഇൻക്രീസ്ഡ് appetite. Second one, thirst and frequent urination. These are the major symptoms of എന്താണ്, diabetes. What is the condition of diabetes? Diabetes is the condition by which when the level of glucose is above 126 mg/100 ml in blood before breakfast. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് ബ്ലഡ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ 126 mg/100 ml മുകളിലാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഡയബറ്റീസ് മെലിറ്റസ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇൻസുലിന്
പിന്നെ അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടാവുക എങ്ങനെയാണ്? ഡിക്രീസ് പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ കാരണമാവാം. അതുപോലെ തന്നെ ഡിസ്ട്രക്ഷൻ ഓഫ് ബീറ്റാ സെൽസ് ആവാം, ഓർ ഇൻഎബിലിറ്റി ഓഫ് സെൽസ് ടു യൂട്ടിലൈസ് ഇൻസുലിൻ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ഇനി ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻസുലിനും ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി നമ്മൾ മെറ്റബോളിസത്തിലോട്ട് കടക്കാൻ പോവാണ്. ഹൗ do our body regulate the metabolism? So regulation of metabolism, we know that the anabolic and catabolic processes are occur in our body. അതിനെ കോമൺലി റെഫേർഡ് ടു ആസ് മെറ്റബോളിസം. നമുക്കറിയാം അനബോളിസവും കാറ്റബോളിസവും നമ്മുടെ ബോഡിയിൽ നടക്കുന്നത്. അതിനെ നമ്മൾ കോമൺലി പറയുന്നത് മെറ്റബോളിസമാണ്. സോ ദ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ആർ ആൾസോ അണ്ടർ ദ കൺട്രോൾ ഓഫ് ഹോർമോൺസ്. നമുക്കറിയാം നമ്മൾ അറിയാതെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്നത് ആരെന്നെയാണ്? ഹോർമോൺസ് തന്നെയാണ്. ദ തൈറോയിഡ് ഗ്ലാൻഡ് ഈസ് ദ മെയിൻ എൻഡോക്രൈൻ ഗ്ലാൻഡ് ദാറ്റ് കൺട്രോൾസ് ദ മെറ്റബോളിക് ആക്ടിവിറ്റീസ്. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് ആണ് പിന്നെ മെയിൻ ആയിട്ടുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞത്. ദാറ്റ് കൺട്രോൾസ് ദ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഓഫ് അവർ ബോഡി. The largest gland is known as thyroid gland. The largest endocrine gland ആയിട്ട് അറിയപ്പെടുന്നതാണ് തൈറോയിഡ് ഗ്ലാൻഡ്. സോ തൈറോയിഡ് ഗ്ലാൻഡ്സ് സെക്രീറ്റ് 2 types of hormones. തൈറോയിഡ് ഗ്ലാൻഡ് പ്രധാനമായിട്ടും 2 ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? തൈറോക്സിൻ ആൻഡ് കാൽസിറ്റോണിൻ. ഇനി തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന തൈറോക്സിൻ്റെ ഫങ്ഷൻസ് എന്താണ്? ഫസ്റ്റ് വൺ, ഇൻക്രീസസ് ദ എനർജി പ്രൊഡക്ഷൻ. നന്നായിട്ട് എനർജി ഉണ്ടാക്കാൻ സഹായിക്കുന്നത് ആരാണ്? തൈറോക്സിൻ ആണ്. റേസസ് ദ റേറ്റ് ഓഫ് മെറ്റബോളിസം. നമ്മളറിയാതെ തന്നെ മെറ്റബോളിസത്തിൻ്റെ റേറ്റ് കൂട്ടുന്നത് ആരാണ്? തൈറോക്സിൻ ആണ്. ആക്സിലറേറ്റ് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ബ്രെയിൻ ഇൻ ദ ഫീറ്റൽ സ്റ്റേജ് ആൻഡ് ഇൻഫൻസി. ദാറ്റ് ഈസ് ദ തേർഡ് ഫാക്ടർ ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന തൈറോക്സിൻ്റെ തേർഡ് ഫംഗ്ഷനാണ് ആക്സിലറേറ്റ് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ബ്രെയിൻ ഇൻ ഫീറ്റൽ സ്റ്റേജ് ആൻഡ് ഇൻഫൻസി. ദ ഫോർത്ത് പോയിന്റ്, റെഗുലേറ്റ് ദ ഗ്രോത്ത് ഇൻ ചിൽഡ്രൻ. അതായത് കുട്ടികളിൽ എന്ത് ചെയ്യുന്ന വളർച്ചയ്ക്ക് സഹായിക്കുന്നത് ആരാണ്? തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന തൈറോക്സിനാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഹൗ ഡസ് ദ റൈസ് ഓർ ഫാൾ ഓഫ് ദ തൈറോക്സിൻ ലെവൽ അഫക്റ്റ് അവർ ബോഡി. അപ്പോൾ തൈറോക്സിൻ്റെ ലെവല് കൂടിയാലോ കുറഞ്ഞാലോ എങ്ങനെയാണ് നമ്മുടെ ബോഡിയെ അഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അങ്ങനെ തൈറോക്സിൻ്റെ ലെവലുമായി ബന്ധപ്പെട്ട് 2 കണ്ടീഷൻ നമുക്ക് പഠിക്കാനുണ്ട്. വാട്ട് ആർ ദ 2 കണ്ടീഷൻസ് അബൌട്ട് thyroxine level? Hypothyroidism and hyperthyroidism. What is known as hypothyroidism? This is a condition in which production of thyroxine is decreases. The production of thyroxine is decreases in our body. We get the condition of hypothyroidism. So the decrease in production of thyroxine during fetal stage or infancy hinders the proper physical and mental development. അപ്പോൾ മെൻ്റൽ ഡെവലപ്മെൻറ്റ് റിട്ടാർഡേഷൻ സംഭവിക്കും. മെൻ്റൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് എന്ത് ചെയ്യും? റിട്ടാർഡേഷൻ സംഭവിക്കും. അതെങ്ങനെയാണ്? ദ ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ ഡ്യൂറിങ് ദ ഫീറ്റൽ സ്റ്റേജ് ഓർ ഇൻഫൻസി. The hypothyroidism occur in children. That condition is known as cretinism, and the prolonged deficiency of thyroxine in adult lead to a condition known as myxedema. What are the symptoms of hypothyroidism? First one, low metabolic rate. Second point, sluggishness. മൂന്നാമത്തെ പോയിന്റ്, increase in body weight. Then fourth point, hypertension. Then fifth point, inflammation of body tissues. These are the major symptoms of hypothyroidism. What are the symptoms of hypothyroidism? Once more we can say that first one, low metabolic rate. Metabolic rate കുറയും. Sluggishness, ഒരു മന്ദപ്പുണ്ടായിരിക്കും. Increase in body weight. Body weight നന്നായിട്ട് കൂടും. Hypertension ഉണ്ടായിരിക്കും. BP നന്നായിട്ട് കൂടും. Inflammation body tissues are the major symptoms of hypothyroidism. Then second condition is known as hyperthyroidism. This is a condition in which all life activities controlled by thyroxine are accelerated due to the condition of excessive production of thyroxine. The excessive production of thyroxine in our body is known as hyperthyroidism. That is, the life activities controlled by thyroxine is accelerated. What are the symptoms of hyperthyroidism? High metabolic rate. Second one, rise in body temperature. Then third one, excessive sweating. Then fourth one, increased heartbeat. Then weight loss, emotional imbalance. These are the major symptoms of
ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ തൈറോയിഡിസിൻ്റെ പ്രധാനപ്പെട്ട സിംറ്റംസ് എന്തൊക്കെയാണ്? എക്സസീവ് സ്വെറ്റിംഗ്, നന്നായിട്ട് വയർക്കും, ഹൈ മെറ്റബോളിക് റേറ്റ് നന്നായിട്ട് കൂടും, ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും, ഹാർട്ട് ബീറ്റ് കൂടും, അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ഉണ്ടായിരിക്കും. നമുക്കറിയാം തടിക്കുന്ന തൈറോയിഡുമുണ്ട്, മെലിയുന്ന തൈറോയിഡുമുണ്ട്. അതിൽ മെലിയുന്ന തൈറോയിഡാണ് തൈറോക്സിൻ്റെ അളവ് കൂടുന്നത്, തടിക്കുന്ന തൈറോയിഡാണ് തൈറോക്സിൻ്റെ അളവ് കുറയുന്നത്. എക്സാമിന് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ടോപ്പിക്കിൽ നിന്ന് പബ്ലിക് എക്സാം ഉൾപ്പെടെ വന്നിട്ടുണ്ട്. ഇനി തൈറോക്സിൻ്റെ ലെവലുമായി ബന്ധപ്പെട്ട് നെക്സ്റ്റ് പഠിക്കാനുള്ള ഡിസീസാണ് ഗോയിറ്റർ. അയോഡിൻ ഈസ് എസെൻഷ്യൽ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ. അപ്പോൾ തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് എന്ത് വേണം? അയഡിൻ വേണം. ദ പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ ഈസ് ബ്ലോക്ക്ഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് അയഡിൻ. അപ്പോൾ അയഡിൻ്റെ ആബ്സെൻസിൽ എന്ത് ചെയ്യും? ദ പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ ഈസ് ബ്ലോക്ക്ഡ്. In an attempt to produce more thyroxine, the thyroid gland enlarges. അപ്പോൾ ഈ അയോഡിന് കുറയുമ്പോൾ തൈറോക്സിൻ എന്ത് ചെയ്യും? കുറയും. അപ്പോൾ അയോഡിൻ കുറയുമ്പോൾ എന്ത് ചെയ്യാണ്? തൈറോയ്ഡ് ഗ്ലാൻഡ് കൂടുതൽ എമൗണ്ട് തൈറോക്സിൻ സെക്രീറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? തൈറോയ്ഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്യുന്നു. ഈ കണ്ടീഷൻ എന്ത് പറയുന്നു? ഗോയിറ്റർ എന്ന് പറയുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിൽ ചോദിക്കാറുണ്ട്. ഏത് മൂലകത്തിൻ്റെ ഏത് അയണിൻ്റെ ഡെഫിഷ്യൻസിയാണ്? ഏത് എലമെൻ്റ് ഡെഫിഷ്യൻസിയാണ്? അയോഡിൻ്റെ ഡെഫിഷ്യൻസിയാണ്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് റെഗുലേഷൻ ഓഫ് ലെവൽ ഓഫ് കാൽഷ്യം. എങ്ങനെയാണ് കാൽഷ്യം ലെവൽ നമ്മുടെ ബോഡിയിൽ റെഗുലേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ദ നോർമൽ ലെവൽ ഓഫ് കാൽഷ്യം ഇൻ ബ്ലഡ് ഈസ് 9 to 11 mg/100 ml. നമ്മുടെ ബോഡിയിലുള്ള കാൽഷ്യത്തിൻ്റെ നോർമൽ ലെവലാണ് എന്ത്? 9 to 11 mg/100 ml. When the level of calcium in blood is increases, the thyroid gland secretes a hormone known as calcitonin. നമ്മളറിയാം തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ ഹോർമോണാണ് കാൽസിറ്റോണിൻ. സോ വെൻ ദ ലെവൽ ഓഫ് കാൽഷ്യം ഇൻ ബ്ലഡ് ഈസ് ഇൻക്രീസസ്, at that time the thyroid gland secretes a hormone known as calcitonin. What is the function of calcitonin? It lowers the level of calcium in blood. അപ്പോൾ ബ്ലഡിൻ്റെ കാൽഷ്യം ലെവൽ കുറക്കുന്നത് ആരാണ്? കാൽസിറ്റോണിനാണ്. വാട്ട് ഹാപ്പൻസ് ഇഫ് ദർ ഇസ് എ ഡിക്രീസ് ലെവൽ ഓഫ് കാൽഷ്യം? അപ്പോൾ ഡിക്രീസ് ലെവൽ ഓഫ് കാൽഷ്യം ഉണ്ടെങ്കിൽ എന്തുണ്ടാവുക? അനദർ ഗ്ലാൻഡ് ദാറ്റ് ഈസ് സിറ്റുവേറ്റഡ് ബിഹൈൻഡ് ദ തൈറോയ്ഡ് ഗ്ലാൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്. അപ്പോൾ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ഈസ് സിറ്റുവേറ്റഡ് ബിഹൈൻഡ് ദ തൈറോയ്ഡ് ഗ്ലാൻഡ് secretes an hormone known as parathormone. Parathormone increases the level of calcium in blood. അപ്പോൾ ബ്ലഡിലുള്ള കാൽഷ്യം ലെവൽ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്? പാരാതോർമോണാണ്. പാരാതോർമോൺ ആരാ സെക്രീറ്റ് ചെയ്യുന്നത്? പാരാതൈറോയ്ഡ് ഗ്ലാൻഡാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് റെഗുലേഷൻ ഓഫ് ലെവൽ ഓഫ് കാൽഷ്യം ഇൻ ബ്ലഡ്? ഈ ഫ്ലോ ചാർട്ട് തന്ന എന്താ ചോദിക്കുക? എന്താ വരിക? അതായത് നോർമൽ ലെവൽ ഓഫ് കാൽഷ്യം ഇൻ ബ്ലഡ് എത്രയാണ്? 9 to 11 mg/100 ml ആണ്. When the level of calcium is increases in our blood, at that time thyroid gland secretes calcitonin. ആ സമയത്ത് എന്ത് ചെയ്യുന്നു? തൈറോയ്ഡ് ഗ്ലാൻഡ് കാൽസിറ്റോണിൻ സെക്രീറ്റ് ചെയ്യുന്നു. വാട്ട് ഈസ് ദ ആക്ഷൻ ഓഫ് കാൽസിറ്റോണിൻ? സ്റ്റോഴ്സ് ദ എക്സസ് കാൽഷ്യം ഫ്രം ബ്ലഡ് ടു ബോൺ. അപ്പോൾ എക്സസ് കാൽഷ്യത്തെ എന്ത് ചെയ്യുന്നു? ബ്ലഡിൽ നിന്ന് ബോണിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. പ്രിവെൻറ്റ് ദ പ്രോസസ് ഓഫ് മിക്സിംഗ് ഓഫ് കാൽഷ്യം ഫ്രം ബോൺ ടു ബ്ലഡ്. അതായത് എക്സസ് കാൽഷ്യം എന്ത് ചെയ്യുന്നു? ബ്ലഡിലിട്ട് തിരിച്ച് മിക്സ് ആവാതെ നോക്കുന്ന ആരാണ്? കാൽസിറ്റോണാണ്. This way regulate the calcium level in blood. When the calcium level is decreases in our blood, ഇനി കാൽഷ്യം ലെവൽ ബ്ലഡിൽ ഡിക്രീസ് ചെയ്യാണ്. അറ്റ് ദാറ്റ് ടൈം പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീസ് എൻ ഹോർമോൺ നോൺ ആസ് പാരാതോർമോൺ. അപ്പോൾ കാൽഷ്യം ലെവൽ ബ്ലഡിൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് എന്ത് ചെയ്യുന്നു? പാരാതോർമോൺ സെക്രീറ്റ് ചെയ്യുന്നു. ഇറ്റ് പ്രിവെൻറ്റ് ദ സ്റ്റോറേജ് ഓഫ് കാൽഷ്യം ഇൻ ബോൺ. അപ്പോൾ കാൽഷ്യം ബോൺസിൽ സ്റ്റോർ ചെയ്യുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത് ആരാണ്? പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന പാരാതോർമോണാണ്. സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്? റീ അബ്സോർബ് ദ കാൽഷ്യം ഫ്രം കിഡ്നി ടു ബ്ലഡ്. അതായത് ബ്ലഡ് എന്ത് ചെയ്യാൻ പാടില്ല? കാൽഷ്യം എന്ത് ചെയ്യാൻ പാടില്ല? ബ്ലഡിൽ നിന്ന് തിരിച്ച് എന്ത് ചെയ്യാൻ പാടില്ല? കിഡ്നിയുമായിട്ട് അബ്സോർബ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്താണ്? റീ അബ്സോർബ്സ് ദ കാൽഷ്യം ഫ്രം കിഡ്നി ടു ബ്ലഡ് ആൻഡ് പ്രിവെൻറ്റ് ദ സ്റ്റോറേജ് ഓഫ് കാൽഷ്യം ഇൻ ബ്ലഡ്. ഇപ്പോൾ കിഡ്നിയിൽ നിന്ന് കാൽഷ്യത്തെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നു. പ്രിവെൻറ്റ് ദ സ്റ്റോറേജ് ഓഫ് കാൽഷ്യം ഇൻ ബ്ലഡ്. ദീസ് ആർ ദ റെഗുലേഷൻ ഓഫ് ലെവൽ ഓഫ് കാൽഷ്യം ഇൻ ബ്ലഡ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഗ്ലാൻഡാണ് ഒരു സ്മോൾ ഗ്ലാൻഡ് ഉണ്ട്, തൈമസ് ഗ്ലാൻഡ്.
തൈമസ് ഇസ് ആൻ എൻഡോക്രൈൻ ഗ്ലാൻഡ് സിറ്റുവേറ്റഡ് ബിഹൈൻഡ് ദ സ്റ്റേണം. അപ്പോൾ നമ്മുടെ സ്റ്റേണത്തിൻ്റെ പുറകായിട്ട് കാണപ്പെടുന്ന ഒരു ചെറിയ ഗ്ലാൻഡാണ് തൈറോയ്ഡ് ഗ്ലാൻഡ്. ദിസ് ഗ്ലാൻഡ് ഈസ് വെരി ആക്റ്റീവ് ഡ്യൂറിങ് ഇൻഫൻസി ബട്ട് കൺസ്ട്രിക്ട്സ് ആസ് വി റീച്ച് പ്യൂബർട്ടി. അപ്പോൾ നിങ്ങളുടെയും എൻ്റെയും പിന്നെ തൈമസ് ഗ്ലാൻഡ്സ് കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ തൈമസ് ഗ്ലാൻഡ് കമ്പാരിറ്റീവ്ലി ചെറുതായിരിക്കും. കാരണം യൂത്ത് ആവുന്നിടത്തോളം എന്തായിരിക്കും തൈമസ് ഗ്ലാൻഡ് ചെറുതായി ഏജ് ആവുന്നിടത്തോളം തൈമസ് ഗ്ലാൻഡ് ചെറുതായി വരുന്നു. സോ the thymus gland is an endocrine gland situated behind the sternum. This gland is very active during infancy but constricts when we reach puberty. Then thyroid gland secrete in the hormone ഏതാണ്? thymosin ആണ്. Thymosin is also known as youth hormone. What is the major function of this gland? Control the activities and maturation of T lymphocytes. അപ്പോൾ T lymphocytesന്റെ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നു. അതുപോലെ തന്നെ മെച്ചുറേഷനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? തൈമസ് ഗ്ലാൻഡ് ആണ്. ഹെൽപ്സ് ടു ഇമ്പാർട്ട് ഇമ്മ്യൂണിറ്റി. അപ്പോൾ ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട് ആര്? നമ്മുടെ ടി ലിംഫോസൈറ്റ്സ്. അപ്പോൾ ടി ലിംഫോസൈറ്റ്സിൻ്റെ മെച്ചുറേഷനും ഗ്രോത്തിനും സഹായിക്കുന്നത് ആരാണ്? തൈമസ് ഗ്ലാൻഡ് ആണ്. അപ്പോൾ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് തൈമസ് ഗ്ലാൻഡ്? ടു കൺട്രോൾ ദ ആക്ടിവിറ്റീസ് ആൻഡ് മെച്ചുറേഷൻ ഓഫ് ടി ലിംഫോസൈറ്റ്സ് വിച്ച് ഹെൽപ്പ് ടു ഇമ്പാർട്ട് ഇമ്മ്യൂണിറ്റി. അപ്പോൾ ഇത്രയുമാണ് തൈമസ് ഗ്ലാൻഡ് ബന്ധപ്പെട്ട് പറയാനുള്ളത്. തൈമസ് ഗ്ലാൻഡ് സെക്രേറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? തൈമോസിനാണ്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡ്യൂറിങ് എമർജൻസി. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സിമ്പത്തറ്റിക് സിസ്റ്റവും പാരാസിമ്പത്തറ്റിക് സിസ്റ്റവും. എമർജൻസി സിറ്റുവേഷൻസ് നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവാറുണ്ട്. ദ ഹോർമോൺ സെക്രീറ്റഡ് ബൈ അഡ്രീനൽ ഗ്ലാൻഡ് എക്വിപ്പ് ദ ബോഡി ടു ആക്ട് ഡ്യൂറിങ് എമർജൻസി. ഇപ്പോൾ നമ്മുടെ എമർജൻസി സിറ്റുവേഷൻ എക്വിപ്പ് ചെയ്യാൻ നമ്മുടെ ബോഡിയെ സഹായിക്കുന്ന ആരാണ്? അഡ്രീനൽ ഗ്ലാൻഡ് ആണ്. അങ്ങനെ അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അഡ്രീനൽ ഗ്ലാൻഡ് പ്രധാനമായിട്ടും 2 ഇമ്പോർട്ടൻറ്റ് പാർട്സ്. ഔട്ടർ പാർട്ട് ഈസ് നോൺ ആസ് കോർട്ടെക്സ്, ഇന്നർ പാർട്ട് ഈസ് നോൺ ആസ് മെഡുല. എക്സാമിന് ഫിഗർ തന്ന് ചോദ്യം ചോദിക്കാറുണ്ട്, ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ ചോദിക്കാറുണ്ട്. ദ ഔട്ടർ പാർട്ട് ഓഫ് adrenal gland is known as cortex, inner part of adrenal gland is known as medulla. Then medulla secreting 2 types of hormones, adrenaline and noradrenaline. അപ്പോൾ അഡ്രിനാലിൻ്റെ വേറെ പേരാണ് എപ്പിനെഫ്രിൻ. ഇറ്റ് ആക്ട് അലോങ് വിത്ത് ദ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഡ്യൂറിങ് എമർജൻസി. ഇപ്പോൾ എമർജൻസി ഹോർമോൺ എന്നറിയപ്പെടുന്ന ഏതാണ്? അഡ്രിനാലിനാണ്. ആക്ട് അലോങ് വിത്ത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. വി ക്യാൻ റെസിസ്റ്റ് ഓർ വിഡ്രോ അവർ സെൽഫ് ഫ്രം സച്ച് സിറ്റുവേഷൻസ്. ഇപ്പോൾ പാമ്പിനെ കണ്ട് പേടിക്കുമ്പോഴോ നായ വരുമ്പോൾ പിന്തിരിഞ്ഞ് ഓടാനൊക്കെ സഹായിക്കുന്നത് ഏതാണ്? അഡ്രിനാലിനാണ്. സോ അഡ്രിനാലിൻ റെസിസ്റ്റ് ഓർ വിഡ്രോ അവർ സെൽഫ് ഫ്രം സച്ച് സിറ്റുവേഷൻസ്. ദെൻ നോർ അഡ്രിനാലിൻ ആക്ട് അലോങ് വിത്ത് അഡ്രിനാൽ. അഡ്രിനാലിൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ആരാണ്? നോർ അഡ്രിനാലിനാണ്. ദെൻ ഔട്ടർ മെംബ്രെയിൻ ഈസ് നോൺ ആസ് കോർട്ടെക്സ്. കോർട്ടെക്സ് ഈസ് ദ ഔട്ടർ മെംബ്രെയിൻ ഓഫ് അഡ്രിനൽ ഗ്ലാൻഡ്. ഇറ്റ് സെക്രീറ്റ്സ് 3 types of hormones. First one cortisol, second one aldosterone, third one sex hormones. What is the function of cortisol? Synthesis of glucose from protein and fat. ഇപ്പോൾ പ്രോട്ടീനും ഫാറ്റിൽ നിന്നും ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത് ആരാണ്? കോർട്ടിസോൾ ആണ്. സെക്കൻഡ് പോയിന്റ്, സ്ലോസ് ഡൗൺ ദ ആക്ഷൻ ഓഫ് ഡിഫൻസ് സെൽസ്. ഇപ്പോൾ പ്രതിരോധ വ്യവസ്ഥയുടെ പ്രവർത്തനത്തെ എന്ത് ചെയ്യുന്നു? മന്ദീഭവിക്കുന്നു. സ്ലോസ് ഡൗൺ ദ ആക്ഷൻ ഓഫ് ഡിഫൻസ് സെൽസ് ആൻഡ് കൺട്രോൾസ് ദ ഇൻഫ്ലമേഷൻ ആൻഡ് അലർജി. അപ്പോൾ അലർജിയെ ഇല്ലാണ്ടാക്കുന്നു, അലർജിയെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ആരാണ്? കോർട്ടിസോൾ ആണ്. അപ്പോൾ കോർട്ടിസോൾ മെഡിസിനാണ് അലർജിയുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ ഡിഫെൻസീവ് പവർ കൂടാനും പാടില്ല, കാരണം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അലർജി ഉണ്ടായിരിക്കും. സോ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് കോർട്ടിസോൾ? സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് ഫ്രം പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്. സെക്കൻഡ് വൺ, സ്ലോസ് ഡൗൺ ദ ആക്ഷൻ ഓഫ് ഡിഫൻസ് സെൽസ്. തേർഡ് വൺ, controls the inflammation and allergy. Then second hormone is known as aldosterone. Aldosterone maintains the salt water level by acting in kidneys. അപ്പോൾ കിഡ്നിയിൽ പ്രവർത്തിച്ച് സാൾട്ട് വാട്ടർ ലെവൽ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ആരാണ്? ആൽഡോസ്റ്റിറോൺ ആണ്. ആൻഡ് ഓൾസോ മെയിൻറ്റെയിൻസ് ദ ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ ആര് സഹായിക്കുന്നുണ്ട്? ആൽഡോസ്റ്റിറോൺ സഹായിക്കുന്നുണ്ട്. ദെൻ തേർഡ് ഹോർമോൺ ഈസ് നോൺ ആസ് സെക്സ് ഹോർമോൺസ്. സെക്സ് ഹോർമോൺസ് കൺട്രോൾസ് ദ ഡെവലപ്മെന്റ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് സെക്സ് ഹോർമോൺസ്. ഈ ചാപ്റ്ററിൽ ലേറ്റർ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. സെക്സ് ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൽ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഔട്ടർ കോർട്ടക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതൊക്കെയാണ്? കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ ആൻഡ് സെക്സ് ഹോർമോൺസ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ദിസ് ചാനൽ. താങ്ക് യു സോ മച്ച്.